പത്തനാപുരം കൂടൽ മുറിഞ്ഞകല്ല് വാഹനാപകടത്തിൽ മരിച്ച 4 പേർക്കും വിട നൽകാൻ ജന്മനാട് ഇപ്പോൾ ഒരുങ്ങുകയാണ്. വളരെ സങ്കടകരമായ വാർത്തയായിരുന്നു. ഒരു വീട്ടിലെ 4 പേരാണ് മരിച്ചത്. മരിച്ച മത്തായി ഈപ്പൻ, മകൻ നിഖിൽ, ഈപ്പൻ മത്തായി, ഭാര്യ അനു ബിജു, അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരുടെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹങ്ങൾ മല്ലശ്ശേരിയിലെ വീടുകളിൽ എത്തിച്ചു കഴിഞ്ഞു. അതിൻ്റെ അന്ത്യ യാത്രാമൊഴി നൽകാനുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെ തൊട്ടടുത്ത പള്ളിയിലെ ഹാളിൽ പൊതുദർശനവും നടക്കും. വല്ലാത്ത അവസ്ഥയായിപ്പോയി. വിവരങ്ങളുമായി ടോബി ജോൺസണും അതുപോലെ തന്നെ ശ്രീജിത്ത് ശ്രീകുമാരനും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീജിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പ്രഭാതം പോലും ഒരു വല്ലാത്ത വേദനയുടെ കരിമ്പിടം മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും കൂടുതലുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പറയാൻ കഴിയുന്നത്? കഴിഞ്ഞ ദിവസം ഈ അപകട സ്ഥലത്തേക്ക് ഏറ്റവും ആദ്യം എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു വലിയ അപകടമാകുമെന്ന്. നമ്മുടെ പ്രാദേശിക ലേഖകൻ അനു ഇളകൊള്ളൂർ ഇങ്ങനൊരു വാർത്ത വിളിച്ചു പറയുന്നു. ഏതാണ്ട് ഒരു 4:30 നമ്മൾ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നു. ആ സമയത്ത് ഈ മേഖലയിൽ ആരും തന്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൃതദേഹങ്ങളെല്ലാം തന്നെ വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹങ്ങളെല്ലാം തന്നെ പുറത്തെടുത്തത്. അനുവിന് മാത്രം ആ സമയത്ത് ചെറിയൊരു ജീവൻ ഉണ്ടായിരുന്നു. അനുവിനും ഏതാണ്ട് നമുക്കറിയുന്നത് പോലെ എയർപോർട്ടിൽ നിന്ന് മടങ്ങുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അങ്ങനെയാണ് 4 പേരുടെ മരണം ഉണ്ടായത്. ഇനിയിപ്പോൾ ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുകയാണ്. ടോബി, വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമായാണല്ലോ കൂടലിലെ ഗ്രാമത്തിലുള്ളത്. മനോഹരമായി കൂടൽ ഗ്രാമത്തിന് താങ്ങാൻ കഴിയുന്ന വിയോഗമല്ല നടന്നത്. വലിയൊരു അപകടത്തിൻ്റെ വാർത്തയാണ്. ഒരു വലിയ പ്രഭാതം പൊട്ടിവിടുന്നതിന് മുമ്പേ തന്നെ ഈ അപകടം അവരെ തേടിയെത്തി. കൂടലിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും SKN, ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത. ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു വിധി ഈ കുടുംബങ്ങൾക്കുണ്ടാകുമോ എന്ന് ഒരിക്കലും ഈ പ്രദേശത്തുള്ള ആളുകൾ ആരും തന്നെ വിശ്വസിച്ച് കാണില്ല. അത്രത്തോളം ദുഃഖത്തിലാഴ്ത്തിയ ഒരു വലിയ സംഭവമായി തന്നെയാണ് ഇവിടെയുള്ളവർ കാണുന്നത്. ആ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെ മുക്തി നേടിയിട്ടില്ല. ഇന്ന് ഈ 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അത് ഈ കുടുംബത്തെ മാത്രമല്ല ഈ നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മല്ലശ്ശേരിയിലെ നിഖിലിൻ്റെ വീട്ടിലാണ്, മത്തായി ഈപ്പൻ്റെ വീട്ടിലാണ്. ഇവിടേക്കാണ് അല്പസമയത്തിനുള്ളിൽ ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരിക. ആദ്യമേ മത്തായി ഈപ്പൻ്റെ മൃതദേഹം മാത്രം ഇവിടേക്ക് കൊണ്ടുവരും. അതിനുശേഷം അനുവിൻ്റെയും നിഖിലിൻ്റെയും മൃതദേഹങ്ങൾ കൂടി ഇവിടേക്ക് എത്തിക്കും. ഇവിടെ 8 മണി വരെയാണ് ഇവിടെ പൊതുദർശനം വീട്ടിൽ മൃതദേഹങ്ങൾ വെക്കുക. അതിനുശേഷം ഡിസംബർ ഇന്ന് 8 മണിക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകും. പൂങ്കാവ് സെൻറ്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് ചടങ്ങുകൾ പൊതുദർശനം നടക്കുക. 8 മണി മുതൽ 12 മണി വരെയാണ് ഈ ചടങ്ങുകൾ ഉണ്ടാകുക, പൊതുദർശനം ഉണ്ടാകുക. അതിനുശേഷം 12 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ആദ്യമേ അനുവിൻ്റെയും നിഖിലിൻ്റെയും അതുപോലെ തന്നെ മൃതദേഹം ബിജുവിൻ്റെ വീട്ടിലേക്ക്, അതായത് പുത്തൻവിള കിഴക്കേതിൽ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ കുറച്ച് നേരം വെച്ചതിന് ശേഷമായിരിക്കും ഈ 2 പേര് നിഖിലിൻ്റെയും അനുവിൻ്റെയും അതുപോലെ തന്നെ മത്തായി ഈപ്പൻ്റെയും മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിക്കുക. ഇവിടെ നിന്ന് നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 30-ാം തീയതിയാണ്, നവംബർ 30-നാണ് ഇവരുടെ വിവാഹം നടന്നത്. ആ വീടാണിത്. അത്രത്തോളം സന്തോഷത്തിലുണ്ടായിരുന്ന ഒരു വീട്ടിലാണ് ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത്രയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വീടായി ഈ വീട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല ഈ പ്രദേശത്തുള്ളവരെല്ലാം തന്നെ വലിയ ദുഃഖത്തിലാണ്. ഇതിനോടകം തന്നെ രാവിലെ തന്നെ ബന്ധുക്കളും അതുപോലെ തന്നെ അയൽവാസികളും എല്ലാം തന്നെ ഈ വീട്ടിലെത്തിയിട്ടുണ്ട് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. നമുക്കറിയാവുന്നത് പോലെ തന്നെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളായതേ ഉള്ളൂ. മലേഷ്യയിലേക്ക് പോയി അവിടെ നിന്നും തിരിച്ച് മടങ്ങി വരികയായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു വലിയൊരു അപകടമുണ്ടായത്. ആ 2 കുട്ടികളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ അച്ഛന്മാരും ആ വാഹനത്തിലുണ്ടായിരുന്നു. അങ്ങനെ 4 പേരുടെയും ഒരു ദാരുണാന്ത്യത്തിലേക്ക് പോകുമെന്ന് ഒരിക്കലും ആരും തന്നെ വിചാരിച്ചില്ല. ഈ ഒരു അപകടമുണ്ടായപ്പോൾ പോലും ഇത്തരത്തിലുള്ളൊരു വലിയ ദുരന്തമായി അത് മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. 8 വർഷം നീണ്ട ഒരു പ്രണയത്തിന് ഒടുവിൽ അവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച് അവർ
ഇവർ ഒന്നിച്ചു ചേർന്ന് അവരുടെ രണ്ട് കുടുംബങ്ങളും അതിന് സമ്മതം മൂളി അവരുടെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ സന്തോഷകരമായൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ് ഈ ഒരു അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയൊരു ദുഃഖം ഇവിടെ നമുക്ക് കാണാനുണ്ട്. എന്തായാലും ഈ ചടങ്ങുകൾ 12 മണിയോടെ പള്ളിയിൽ നടക്കും. അതിന് മുന്നോടിയായി തന്നെ ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. നിഖിലിൻ്റെ സഹോദരി വരാനുള്ള ഒരു കാലതാമസം കൊണ്ടാണ് ഈ ചടങ്ങുകൾ ഇത്രയും ദിവസം മാറ്റിവെക്കേണ്ടി വന്നത്. കല്യാണത്തിനെത്തി അതിനുശേഷം മടങ്ങി കുവൈത്തിലേക്ക് പോയതാണ് നിത എന്ന് പറയുന്ന നിഖിലിൻ്റെ സഹോദരി. അവർക്ക് വീണ്ടും വരേണ്ടി വന്നത് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനാണ് എന്നുള്ളതൊരു ഏവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. അതൊക്കെ പറഞ്ഞറിയിക്കാനും പറ്റുന്നതിലപ്പുറമാണ്. എന്തായാലും അല്പസമയത്തിൽ തന്നെ ആദ്യമേ മത്തായി ഈപ്പൻ്റെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരും. അതിനുശേഷം നിഖിലിൻ്റെയും അനുവിൻ്റെയും മൃതദേഹങ്ങൾ കൊണ്ടുവരും. കുറച്ചു നേരം ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം പള്ളിയിലേക്ക് 8 മണിയോടുകൂടി പള്ളിയിലേക്ക് പൂങ്കാവ് സെൻറ് മേരീസ് പള്ളിയിലേക്ക് ഈ മൃതദേഹങ്ങൾ മാറ്റും. SK ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ ഗ്രാമത്തിൻ്റെ കണ്ണീർ താരങ്ങളായിട്ട്, കണ്ണീർ നക്ഷത്രങ്ങളായിട്ട് ഇവർ 4 പേരും മാറിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയുന്നത് പോലെ മലേഷ്യയിൽ ഹണിമൂണിന് പോയ മകനെയും മരുമകളെയും, അല്ലെങ്കിൽ മകളെയും മരുമകനെയും കൂട്ടാൻ പോയ 2 പിതാക്കന്മാർക്കാണ് ഈ കാർ അപകടത്തിൽ അപ്രതീക്ഷിതമായ അന്ത്യമുണ്ടായത്. അവരെ കൂട്ടി എയർപോർട്ടിൽ നിന്ന് മടങ്ങവെയാണ് വലിയ അപകടം സംഭവിച്ചത്. കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളായിരുന്നുള്ളൂ. അവർ അതിൻ്റെ ഹണിമൂൺ ആഘോഷിക്കാൻ മലേഷ്യയിൽ പോയി മടങ്ങുമ്പോഴാണ് അവരുടെ സ്വപ്നം വാഹനാപകടത്തിൻ്റെ രീതിയിൽ എരിഞ്ഞടങ്ങിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ശരിയാണ്. ശ്രീജിത്ത്, പറയൂ. വളരെ ദുഃഖഭരിതമായ അന്തരീക്ഷമാണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പ്രഭാതത്തിൽ തന്നെ പല പ്രേക്ഷകരും പറയുന്നുണ്ട്, സ്ക്രീനിൽ നോക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് ഈ അപകടങ്ങൾ എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരു കേരളമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. കൂടുതൽ ഗ്രാമം മുഴുവൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടല്ലോ. വളരെ അകാലത്തിലെ എല്ലാം നഷ്ടപ്പെട്ടു പോയ മകനും മരുമകളും, അതല്ലെങ്കിൽ മകളും മരുമകനും, പിന്നീട് 2 പിതാക്കന്മാരും. ഇവർ യഥാർത്ഥത്തിൽ 2 കുടുംബങ്ങളിൽ ഉണ്ടായ ദുരന്തം സമാനതകളില്ലാത്ത ദുരന്തമാണ്. പറയൂ ശ്രീജിത്ത്. SK തീർച്ചയായും ഞാൻ പറഞ്ഞു വരികയായിരുന്നു, രാവിലെ ഏറ്റവും ആദ്യം എത്തിയത് നമ്മൾ തന്നെയായിരുന്നു. ആ സമയത്ത് ഇത്ര വലിയൊരു അപകടമാണെന്ന് നമ്മൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ ആ ഒരു അഡ്രസ്സ് ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ മുൻപിൽ വെച്ചാണ് ആ നാട്ടുകാർക്ക് ലഭിക്കുന്ന ലൈസൻസ് ആയിരുന്നു. അത് നിഖിലിൻ്റെ ലൈസൻസ് ആയിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു. അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നിഖിൽ ആയിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നായിരുന്നു. പക്ഷേ നിഖിൽ ആയിരുന്നില്ല വാഹനം ഓടിച്ചിരുന്നത്. ഈ വീട്ടിൽ ചേതനയേറ്റ് ഇപ്പോഴും കിടക്കുന്ന ബിജു ജോർജ് ആയിരുന്നു ആ വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് ഒരു പ്രാഥമിക നിഗമനം മാത്രമേ ഇപ്പോഴും മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനുമൊക്കെ ഉള്ളൂ. എന്തായാലും ബിജു ജോർജിൻ്റെ മൃതദേഹം ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുത്തൻവിള കിഴക്കേതിൽ എന്ന പറയുന്ന വീട്ടിൽ ബിജു ജോർജിൻ്റെ മൃതദേഹം മാത്രമേ ഉള്ളൂ. മറ്റ് 2 മൃതദേഹങ്ങൾ അനൂപ് നിഖിലിൻ്റെയും അതുപോലെ തന്നെ നിഖിൽ ഈപ്പൻ്റെയും മൃതദേഹം അവരുടെ വീടായ പുത്തൻതുണ്ടിൽ വീട്ടിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 500 മീറ്റർ മാത്രമേ ഈ മേഖലയിൽ നിന്ന് ആ പ്രദേശത്തേക്ക് ദൂരമുള്ളൂ. അവിടേക്ക് എത്തിച്ചേരും. അവിടെ ഏതാണ്ട് ഒരു അരമണിക്കൂർ മാത്രമേ അവിടെയും പൊതുദർശനം ഉണ്ടാവുകയുള്ളൂ. മലങ്കര കത്തോലിക്ക സുറിയാനി പള്ളി അത് പൂങ്കാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ പള്ളി ഓഡിറ്റോറിയത്തിലായിരിക്കും കൂടുതൽ ആളുകൾക്ക് കാണാനുള്ള അവസരം, മൃതദേഹം കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. അവിടെ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ മന്ത്രിമാരും അടക്കമുള്ള ജനപ്രതിനിധികൾ എത്തിച്ചേരും. അവർ അന്തിമോപചാരം അർപ്പിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 മണി മുതൽ ഒരു 12 മണി വരെയാണ് അവിടെ പൊതുദർശന ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. 12:30 മണിയോടുകൂടി പിന്നെ ഈ പറയുന്നത് പോലെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. ആ സംസ്കാര ശുശ്രൂഷകൾക്ക് മുതിർന്ന വൈദികർ കാർമ്മികത്വം വഹിക്കും. 1 മണിയോടുകൂടി സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. എന്തായാലും ബന്ധുക്കളുടെ ഒരു സ്വകാര്യത മാനിച്ചുകൊണ്ട് ആ വീട്ടിനകത്തേക്ക് മറ്റാരും തന്നെ ഇപ്പോൾ കയറുന്നില്ല. മാധ്യമങ്ങൾ ആരും തന്നെ കയറുന്നില്ല. അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ഈ പ്രദേശത്തെ തൊട്ട അയൽവക്കക്കാരും മാത്രമാണ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ബിജു ജോർജിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്ത് നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകും. വളരെ വേദനയോടെ, വളരെ വിഷമത്തോടെ മാത്രമേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ ഘട്ടത്തിൽ അനുവിന് മാത്രമേ കാറിനകത്ത് ജീവനോടെ അനു മാത്രമേ ശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 4 പേരായിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. അതിൽ അനു മാത്രമേ ആ എടുക്കുന്ന സമയത്ത് ജീവനോടെ ശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് ദൃക്സാക്ഷിയായ
ആ ഒരു യുവാവ് ആ ഒരു ഘട്ടത്തിൽ നമ്മോട് പറഞ്ഞത്. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു. അത്ര കണ്ട് വേദനയോടുകൂടി ആണ് ആംബുലൻസ് ഡ്രൈവർ അടക്കം നമ്മോട് സംസാരിച്ചത്. സാന്ത്വനം ആംബുലൻസിലെ ഡ്രൈവർ അടക്കം നമ്മളോട് സംസാരിച്ചത്. അതെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ എന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത്ര വേഗത്തോടു കൂടി തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ ആശുപത്രിയിലെത്തി, കോന്നി താലൂക്ക് ആശുപത്രിയിലെത്തി തിരിച്ച് മുത്തൂറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു. അത്രമേൽ വലിയൊരു അപകടമായിരുന്നു. ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ അയ്യപ്പ തീർത്ഥാടകരായിരുന്നു അവർ. അവരുടെ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് ഒരു അപകടം ഉണ്ടായത്. എന്തായാലും അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പിന്നീട് പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ബിജു പി ജോർജിൻ്റെ മൃതദേഹം പുത്തൻവിള കിഴക്കേതിൽ എന്ന വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനത്തിനായി വച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ മൃതദേഹവും പള്ളിയിലേക്ക് കൊണ്ടുപോകും. SK. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ കാർ, ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഒരു ബസ്സിലേക്ക് ഇടിച്ചു കയറിയാണ് കഴിഞ്ഞ മാസം 30-ാം തീയതി ഈ അപകടമുണ്ടായത്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മലേഷ്യയിലേക്ക് ഹണിമൂണിന് പോയ മകനെയും മകളെയും കൂട്ടി വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. നിഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹം ഈ അടുത്ത കാലത്താണ് നടന്നത്. ശരിക്കും ഈ ബസ്സിലേക്ക് ഇടിച്ച് കയറിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാർ വെട്ടിപ്പൊളിച്ചായിരുന്നു അന്ന് ഇവരെ പുറത്തെടുത്തത്. ബസ്സിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തറന്നുപോയിരുന്നു. ബസ്സിലുണ്ടായിരുന്ന തെലങ്കാന സ്വദേശികളായ ശബരിമല തീർത്ഥാടകരായിരുന്നു. അവർക്ക് പക്ഷേ പരിക്കില്ലായിരുന്നു. പക്ഷേ ഈ 4 പേരും മരണത്തിന് കിടങ്ങി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയാണ് കാരണമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. അത്യാവശ്യം ഈ കൂടൽ ഗ്രാമം എന്ന് പറയുന്ന പത്തനാപുരത്തിനടുത്തുള്ള ഈ കൂടൽ ഗ്രാമം കൂന്നിക്കൊക്കെ അടുത്തായിട്ട് വരുന്നൊരു സ്ഥലമാണ്. ഈ ഗ്രാമം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവരുടെ വിയോഗത്തിൽ വല്ലാതെ വിതുമ്പുന്ന ദിവസമാണെന്ന് ടോബി ജോൺസൺ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. ടോബി, വിശദാംശങ്ങൾ പറയും. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംസ്കാരത്തിന് 4 പേരുടെയും മൃതദേഹങ്ങൾ 2 വീടുകളിലായി എത്തിച്ചു കഴിഞ്ഞു. അത് ഒരേ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്താണ് അവരുടെ ഇപ്പോഴത്തെ പ്ലാൻ? സംസ്കാര ചടങ്ങിൻ്റെ വിശദാംശങ്ങളും എന്താണ്? SKN, ഞാനിപ്പോൾ ഉള്ളത് പുത്തേത്തുണ്ടിയിൽ, മല്ലശ്ശേരിയിലെ പുത്തേത്തുണ്ടിയിൽ വീട്ടിലാണ്. അതായത് മത്തായി ഈപ്പൻ്റെ വീടാണ്, നിഖിൽ ഈപ്പൻ്റെ വീടാണ്. അവിടേക്കാണ് അനു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മാസം വിവാഹം കഴിച്ച് എത്തിയത്. ആ വീട്ടിലേക്ക് ഇപ്പോൾ ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മൃതദേഹങ്ങൾ ഈ വാഹനത്തിൽ നിന്ന്, ആംബുലൻസിൽ നിന്ന് ഇറക്കി വീട്ടുമുറ്റത്തേക്ക് കയറ്റാനുള്ള നടപടികളാണ് നടക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്, കഴിഞ്ഞ മാസം നവംബർ 30-നാണ് അവരുടെ വിവാഹം നടക്കുന്നത്. ആ വിവാഹത്തിന് ശേഷം ഇവർ എത്തിയ വീടാണ്, ആദ്യമായിട്ട് എത്തിയ വീടാണ്. ആ വീട്ടിലേക്ക് എത്തിയ വീടാണ്. ആ വീട്ടിലേക്ക് ഇപ്പോൾ അവരുടെ ചേതനയേറ്റ ശരീരം കൊണ്ടുവരുന്ന ഒരവസ്ഥ, അതുതന്നെയാണ് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുന്നത്. ഇപ്പോൾ മത്തായി ഈപ്പൻ്റെ മൃതശരീരം ആംബുലൻസിൽ നിന്നും വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുപോകുകയാണ്. ഏറെ നാൾ വിദേശത്ത് ജോലി ചെയ്ത മത്തായി ഈപ്പൻ അതിനുശേഷമാണ് നാട്ടിലേക്ക് വന്ന് താമസം ആരംഭിച്ചത്. മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. കാനഡയിലേക്ക് മകൻ നിഖിൽ പോകുമ്പോൾ വലിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോന്നി മുറിഞ്ഞകല്ല് എന്ന് പറയുന്ന യഥാർത്ഥ സ്ഥലത്താണ്, ഈ കൂടലിനടുത്തുള്ള സ്ഥലമാണ് ഈ മുറിഞ്ഞകല്ല്. അവിടെയാണ് ഈ അപകടം നടന്നത്. ദമ്പതിമാരുൾപ്പെടെ 4 പേരാണ് മരിച്ചത്. എന്തായാലും വലിയ സങ്കടകരമായ വാർത്തയാണ്. അവിടെ സംസ്കാര ചടങ്ങുകൾ, അതിൻ്റെ പ്രാഥമികമായ പൊതുദർശനം ഇപ്പോൾ നടക്കും. 4 മൃതദേഹങ്ങളും ഇപ്പോൾ വീട്ടിലെത്തിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.